ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വന്നു. വളരെ വേഗം യുദ്ധം അവസാനിക്കുമത്രേ. അമേരിക്കൻ സൈനിക മേധാവിയുടെ പ്രസ്താവന വന്നു. അവരുടെ യുറേനിയം എൻറിച്ച്മെൻ്റ് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി മുന്നോട്ട് പോകാൻ വയ്യ, മുന്നോട്ട് പോകുന്നത് അപകടമാണ്. നെതന്യാഹുവിൻ്റെ ഒരു സഹോദരനും കൊല്ലപ്പെട്ടതായി വാർത്തയുണ്ട്. ഓഫീസ് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് ഇതുവരെ വാസ്തവമായ കാര്യമല്ല. പക്ഷേ സംഗതി അടി നന്നായി കൊണ്ടതോടുകൂടി ഇത് വേഗത്തിൽ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ചിന്ത രണ്ട് മാമന്മാർക്കും വന്നു. മക്കളെ, രണ്ടുപേർക്കും ഇപ്പോൾ ഇത് വേഗത്തിൽ അവസാനിപ്പിക്കണം. അതിൻ്റെ ഭാഗമായാണ് ആദ്യം അമേരിക്കൻ വലിയമാമൻ്റെ പ്രസ്താവന വന്നത്. അമേരിക്കൻ വലിയമാമൻ പറഞ്ഞത് അവിടെ ഭരണമാറ്റം ഉണ്ടാകും, ഞാനും കൂടി തീരുമാനിക്കും അടുത്ത ഭരണാധികാരി ആരാണെന്ന്, ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും, ഞാൻ വിചാരിക്കുന്നത് അവിടെ നടക്കും, ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കും എന്നൊക്കെയായിരുന്നു മാമൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന പ്രസ്താവന. ഇപ്പം മാമൻ ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ യുറേനിയം എൻറിച്ച്മെൻ്റ് എല്ലാം പൂർത്തിയായി, അതിൻ്റെ നാശം കംപ്ലീറ്റ് ഉണ്ടായി. ഇനി ഒരിക്കലും യുറേനിയം എൻറിച്ച്മെൻറ്റ് അവർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചത് ഏറ്റു എന്നാണ് പറയുന്നത്. ഏറ്റു, പക്ഷേ ഏറ്റത് ടെല്ലവീവിലാണ്. അടിച്ചതും വീണതും എല്ലാം ടെല്ലവീവിലാണ്. നെതന്യാഹുവിൻ്റെ ഓഫീസ് വരെ അടിച്ചു. ഇനി അടിക്കാൻ ബലമുള്ള പലതും കയ്യിലുണ്ട് താനും. അതുകൊണ്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ പടം മടക്കാനായിട്ട് നമ്മൾ സാധാരണ ഈ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റെല്ലാം ചുരുട്ടുന്നത് പോലെ കംപ്ലീറ്റ് ചുരുട്ടി തുടങ്ങി. അതിനെ തുടർന്നാണ് കൊച്ചുമാമനായ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, സംഗതി ഈ പറഞ്ഞതുപോലെ ഉടൻ അധികം നീണ്ടുപോവില്ല, ഉടൻ തന്നെ യുദ്ധം അവസാനിക്കും ഒക്കെ ചെയ്യുമെന്ന്. ഇതിൻ്റെ ഇടയിൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ഈ യുദ്ധം കൊണ്ട് ആകെ ഗുണമുണ്ടായത് റഷ്യയ്ക്കാണ്. കാരണം റഷ്യയ്ക്ക് നല്ല രീതിയിൽ എണ്ണ വിറ്റുപോയി. ഇനി ഒരു 5 കൊല്ലത്തേക്കുള്ള ക്യാഷ് റിസർവ് ഈ 10 ദിവസത്തെ എണ്ണ വിൽപ്പന കൊണ്ട് സാധ്യമായി. അല്ലാതെ ബാക്കി എല്ലാവർക്കും നഷ്ടം മാത്രമാണ് വന്നത്. അപ്പോഴൊക്കെയാണ് മാമന്മാർക്ക് തലയ്ക്ക് വെളിവ് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെല്ലവീവിൽ വീണ് പൊട്ടുന്ന മാലപ്പടക്കങ്ങൾ, അതുണ്ടാക്കുന്ന നിലവിളി, നിർത്താതടിക്കുന്ന സൈറൻ, ഇതെല്ലാം കൂടി ആയപ്പോഴാണ് വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന തരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അധികം താമസിയാതെ ഇറാനിലെ യുദ്ധം അവസാനിക്കും. രണ്ട് മാമന്മാരുടെയും സോക്കേടിന് ആശ്വാസം വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്.